ചെമ്പരത്തി താളിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചധികം പറിച്ചിട്ടുണ്ട്. അത് അരിച്ചിട്ട് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം പറിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തി ഇലയും പൂവും കൂടെ നന്നായിട്ട് ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു തോർത്തിൽ, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുകയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ചെമ്പരത്തിയുടെ ഇലയും മൊട്ടും പൂവും ഒക്കെ. നോക്കിയപ്പോൾ നമ്മൾ അരിച്ചെടുത്താണിത്. ഇത് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. നോക്കിയാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ വരുന്നില്ല. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം തണുപ്പ് മാറ്റിയിട്ടേ ഉപയോഗിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കട്ടെ. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.